ആണ് പഴയ കാലത്ത് പ്രസിദ്ധനായ ഒരു വ്യക്തി മക്കയെ ലക്ഷ്യം വെച്ചുകൊണ്ട് കഅബയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഹജ്ജിനെ ഉദ്ദേശിച്ചുകൊണ്ട് നല്ല മഹത്വമുള്ള പ്രായം ചെന്ന ഒരു പണ്ഡിതൻ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ ഞാൻ ഹജ്ജിന് പോകാണ്, കുറെ കാലത്ത് ആഗ്രഹമാണ്, ഇക്കൊല്ലം എനിക്ക് സാധിക്കുമെന്ന് തോന്നുന്നുണ്ട്. ഉമ്മ അത് തൃപ്തിപ്പെട്ടില്ല, മോനെ ഇക്കൊല്ലം പോകരുത്. ഈ മകൻ പറയുന്നു ഇക്കൊല്ലം പോകണം, ഉമ്മ പറയുന്നു പോകരുത്. ഈ പ്രായമുള്ള നല്ല പണ്ഡിതനായ വ്യക്തിക്ക് ഉമ്മാനെ തൃപ്തിപ്പെടുത്തിയിട്ട് സന്തോഷ പുരസ്സരം പോകാൻ കഴിയാതെ പോകണമെന്ന താല്പര്യത്തോടെ മക്കയിലേക്ക് വാഹനവും എടുത്തങ്ങ് പുറപ്പെട്ടു. ഉമ്മ പിന്നാലെ വന്നിട്ട് പറഞ്ഞു, മോനെ പോകരുത്. പിന്നെയും മകൻ മുന്നോട്ട് പോയപ്പോ യാ റബ്ബി ബിനി അഹ്റഖനി ബിനാരിൽ ഫുർഖാ, അല്ലാഹുവേ എന്റെ മോൻ വേർപാടിന്റെ കയ്പ് കൊണ്ട്, വേർപാടിന്റെ തീ കൊണ്ട് എന്നെ കരിച്ചു കളഞ്ഞല്ലോ. എന്നെ ഒറ്റക്കാക്കി എന്റെ മകൻ പോയി. എന്റെ മകന് നീ കൊടുക്കേണ്ട ശിക്ഷ കൊടുക്കണേ അല്ലാ. വേദനിച്ചുകൊണ്ട് മാതാവ് പറഞ്ഞുപോയി. സഹോദരങ്ങളെ, വേദന കൊണ്ട് സംഗതി പറഞ്ഞു പോയതാണ്. ഉമ്മാന്റെ പൊരുത്തമാണ് അവിടെ സ്വീകരിക്കേണ്ടിയിരുന്നത്. പോകുന്നത് പരിശുദ്ധമായ ഹജ്ജിനാണ്. അള്ളാഹു ഏറ്റവും തൃപ്തിപ്പെടുന്ന ഒരു അമലിനാണ്. ആ അമല് ചെയ്തിട്ട് ഉമ്മ പ്രസവിച്ച ദിവസത്തിലെ കുഞ്ഞിനെ പോലെ തിരിച്ചു വരണം. അതിന് ഈ ഉമ്മാന്റെ തൃപ്തിയും സമ്മതവും വേണം. അദ്ദേഹം അങ്ങനെ പോയി, കുറെ പ്രദേശങ്ങളിലൂടെ കടന്നുപോയി. അവസാനം രാത്രിയായപ്പോൾ ഒരു പള്ളിയിലേക്ക് പ്രവേശിച്ചു. ഒരു ചെറിയ പള്ളി കാണുന്നു. ഇബാദത്തെടുക്കാൻ വേണ്ടി അങ്ങോട്ട് പ്രവേശിച്ചു. അപ്പോഴാണ് ആ നാട്ടിലെ ഏതോ ഒരു വീട്ടിൽ കള്ളൻ കയറിയ കഥ പുറത്തു വരുന്നു. കള്ളൻ കയറി എന്നുള്ളത് നാട്ടുകാരൊക്കെ അറിഞ്ഞപ്പോ എല്ലാവരും വന്ന് തിരയുന്നു. ആരോന്ന് പറഞ്ഞു, കളവ് നടത്തിയ ആള് പള്ളിയുടെ ഭാഗത്തേക്ക് ഓടി എന്ന് പറഞ്ഞു. എല്ലാവരും കൂടി പള്ളിയുടെ ഭാഗത്തേക്ക് വന്നപ്പോ പള്ളിയുടെ ഉള്ളിൽ ഒരാളെ കാണുന്നുണ്ട് എന്ന് പുറത്തുനിന്നാരോ പറഞ്ഞു. എല്ലാവരും